നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആരാ നിങ്ങള്? കുഞ്ഞിനെ ഇങ്ങ് തന്നെ തരാനല്ലേ പറഞ്ഞേ? എന്താ ഇത്? കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. ഇല്ല, ഇത് എന്റെ കുഞ്ഞാ. ഇവളെ ഞാൻ തരില്ല, ആർക്കും തരില്ല. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കുഞ്ഞാ ഇത്. ഇവളെ ഇത്രയും ദിവസം വളർത്തിയത് ഞാനാ. ഞാൻ സ്നേഹിക്കുന്ന പോലെ ഇവളെ നിങ്ങക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളോടല്ലേ പറഞ്ഞേ അനുവേട്ട, ഇങ്ങ് തരാൻ? സച്ചേട്ടാ, നീ നോക്ക്, നമ്മുടെ മോള്. വാ, നമുക്ക് പോവാം. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, എന്താ മാഡം? ഇവരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. തരാൻ അർച്ചന, നിങ്ങൾ എന്തായി നോക്കി നിൽക്കുന്നത്? കുട്ടിയെ തിരിച്ചു വാങ്ങി കൊടുക്ക്. അനുവേട്ട, ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മാഡം, അച്ചു, കുഞ്ഞിനെ ഞാൻ കൊടുക്കും മോളെ. അർച്ചന, ഇതൊരു ഓർഫണേജാ. താനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പോലീസാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. നിയമപരമായിട്ടല്ലാതെ നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് നീ ഒന്ന് മനസ്സിലാക്ക്. താനിപ്പോ കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. ഇല്ല സച്ചേട്ടാ, ഞാൻ ഇവളെ കൊടുക്കില്ല. ഇത് എന്റെ മോളാ. എനിക്ക് ഇവളില്ലാതെ പറ്റില്ല സച്ചേട്ടാ. ഏയ്, എടോ, നോക്കി നിൽക്കാതെ കുഞ്ഞിനെ മേടിക്കേ, എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോ. തരാൻ ഞാൻ തരില്ല അനുവേട്ട. ഇല്ല, മോളെ മോളെ ഇങ്ങത്താ. മോളെ. അർച്ചന, സച്ചേട്ടാ, എന്റെ മോളെ തരാൻ പറ സച്ചേട്ടാ. അർച്ചന, ബഹളം ഉണ്ടാക്കരുത്. നമുക്കിനി അവളെ കിട്ടില്ല. അവളെ ഇനി ഇവര് ദത്തെടുക്കാൻ പോവാ. നമുക്ക് പോവാം. ഏയ്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഇവിടുന്ന് കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ഇവരുടെ പേരിൽ കേസ് കൊടുക്കും. പോലീസ് വന്നിട്ട് പോയാ മതി. വിളിക്ക, പോലീസിനെ വിളിക്ക. ആര് വന്നാലും ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടേ പോവുള്ളൂ. എത്ര ദുരിതങ്ങൾ സഹിച്ച അവൾ എന്റെ കൈ കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? അന്നു മുതൽ അവളെ കുളിപ്പിച്ചതും കൊഞ്ചിച്ചതും ആഹാരം കൊടുത്തതും നോക്കിയതും എല്ലാം ഞാനാ. എന്റെ സ്വന്തം മോളായിട്ടാ ഞാൻ അവളെ നോക്കിയത്. എനിക്ക് എന്റെ മോളെ തന്നേ പറ്റൂ. ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അർച്ചന, പ്ലീസ്.